ഹരേ കൃഷ്ണ. സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം. അതിൽ 35 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത്. ഭഗവാൻ അർജുനനോട് പറയുകയായിരുന്നു, എൻ്റെ ആജ്ഞാനുസാരം സ്വന്തം കർമ്മങ്ങൾ നിർവഹിക്കുകയും അസൂയ കൂടാതെ വിശ്വാസപൂർവം ഈ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു. എന്നാൽ അസൂയാലുക്കളായി എൻ്റെ ഉപദേശങ്ങളെ അവഗണിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഒട്ടും അറിവില്ലാത്തവരും മൂഢരുമായി കണക്കാക്കണം. പൂർണ്ണത നേടുന്നതിനുള്ള അവരുടെ യത്നങ്ങൾ വിഫലമാക്കപ്പെടുകയേ ചെയ്യുകയുള്ളൂ. തൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെയാണ് ജ്ഞാനിയും പ്രവർത്തിക്കുന്നത്. ത്രിഗുണങ്ങളിൽ നിന്ന് ആർജിച്ച സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇന്ദ്രിയ സംബന്ധികളായ വിഷയങ്ങളോടുള്ള ആസക്തിയും വിരക്തിയും നിയന്ത്രിക്കുന്നതിന് ചില തത്വങ്ങളുണ്ട്. ഒരാൾ ഈ ആസക്തി വിരക്തികളുടെ അധീനതയിലാവാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലെ വിലങ്ങു തടികളാണിവ. തെറ്റോടുകൂടി ആണെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ചുമതലകൾ നിറവേറ്റുകയാണ് ഒരാൾ ചെയ്യേണ്ടത്. അന്യരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണിത്. സ്വന്തം കൃത്യനിർവഹണത്തിൽ നാശം സംഭവിച്ചാൽ തന്നെയും മറ്റുള്ളവരുടെ കർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേയസ്കരം തന്നെയാണത്. അന്യരുടെ വഴി സ്വീകരിക്കുന്നത് ആപത്കരമാണ് എന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞു. 36-ാമത്തെ ശ്ലോകം അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തു അല്ലേ? ഇതൊക്കെ പൂർണ്ണമായും മനസ്സിലാക്കിയില്ലെങ്കിലും എന്തൊക്കെയോ കുറച്ച് അർജുനന് മനസ്സിലായി. അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, അർജുന ഉവാച അഥ കേന പ്രയുക്തോ അയം പാപം ചരതി പുരുഷ അനിച്ഛൻ അഭിവാർഷ്ണേയ ബലാദിവ നിയോജിതഃ. അഥ കേന പ്രയുക്തോ അയം. അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു, പ്രയുക്തോ പ്രേരിതം. ആരാണ് ഈ ഇന്ദ്രിയങ്ങളെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്? ഭഗവാൻ എല്ലാ ജീവസത്തകളെയും സൃഷ്ടിച്ചു അല്ലേ? ആ സമയത്ത് ഇന്ദ്രിയങ്ങളിൽ ഇങ്ങനെ മായ ഏർപ്പെടേണ്ടത് എന്ത് കാര്യമുള്ളത്? ഭഗവാനിലേക്ക് എത്തിപ്പെടാനൊരു വഴി തുറന്നുകൂടായിരുന്നോ? ഇതാരാണ് ഇപ്രകാരമെല്ലാം ചെയ്യുന്നത്? എത്ര ആഗ്രഹിച്ചാലും പാപം ചരതി പുരുഷ. ജീവാത്മാവ് പാപം ചെയ്യുന്നതിന് വേണ്ടി ആരാണ് പ്രേരിപ്പിക്കുന്നത്? അനിച്ഛൻ അഭിവാർഷ്ണേയ. ഹേ വൃഷ്ണീകുലത്തിൽ പിറന്നവനെ, അനിച്ഛൻ, ഇച്ഛ ഇല്ലാതിരുന്നിട്ട് കൂടി ഒരാഗ്രഹമില്ല എനിക്ക് പാപം ചെയ്യണമെന്ന്. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ആർക്കും ആഗ്രഹമില്ല അല്ലേ? പിന്നെ ആരാണ് ഈ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? ബലാദിവ നിയോജിതഃ. അതും ബലാൽക്കാരാണ് നിയോഗിക്കപ്പെട്ടവൻ എന്ന പോലെയാണ് പാപം ചെയ്യാൻ ഓരോരുത്തരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. വാർഷ്ണേയ, വൃഷ്ണീകുലത്തിൽ പിറന്നവനെ എന്നുള്ള രീതിയിലാണ് ഭഗവാനെ വിളിക്കുന്നത്. വൃഷ്ണീകുലത്തിൽ പിറന്നവനെ. ഏതിനാലാണ് ഒരാൾ തനിക്ക് ഇഷ്ടമില്ല എങ്കിൽ പോലും ബലാൽക്കാരേണ എന്ന പോലെ പാപം ചെയ്യാൻ പ്രേരിതനാകുന്നത്? ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ്. എന്തിനാണ് ഭഗവാനിലേക്ക് ചിന്തിപ്പിച്ചുകൂടെ? ജ്ഞാനികൾ പോലും നിലം പതിക്കുകയാണല്ലേ? എല്ലാവർക്കും മനസ്സിലാകും താൻ ചെയ്യുന്നത് ശരിയല്ല, പാപമാണ് എന്ന്. വ്യക്തമായ കാഴ്ച ഉണ്ടായിട്ടും മയങ്ങി മായയുടെ കയത്തിലേക്ക് വീഴുകയാണ്. താൻ ചെയ്യരുതാത്തത് ചെയ്യുന്നതാണ് പാപം. തനിക്ക് ഇഷ്ടമില്ല എങ്കിൽ പോലും ബലത്തോടു കൂടിയാണ് ഈ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഈ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആളെയാണ് അർജുനന് അറിയേണ്ടത്. ബലാത്കാരേണ, തനിക്കിഷ്ടമില്ല എങ്കിൽ പോലും പാപം ചെയ്യാൻ പ്രേരിതയായി അതിൻ്റെ ദുഃഖം അനുഭവിച്ച ഒരു വ്യക്തിയാണ് അഹല്യ അല്ലേ? അഹല്യയുടെ കഥ ഓർമ്മയുണ്ടോ? ബ്രഹ്മദേവന്റെ മകളാണ് അഹല്യ, സുന്ദരീരത്നം. ഈ സുന്ദരീരത്നത്തെ ബ്രഹ്മദേവൻ ഗൗതമ മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. വളരെ കാലങ്ങളോളം സുഖമായി അവർ താമസിച്ചു പോന്നു. സുന്ദരിമാരിൽ അത്യാഗ്രഹം ഉള്ള, ആസക്തിയുള്ള ദേവേന്ദ്രൻ എങ്ങനെയെങ്കിലും അഹല്യയെ തനിക്ക് കീഴ്പ്പെടുത്തണമെന്നുള്ള ചിന്ത വരാൻ തുടങ്ങി. ഒരു ദിവസം നേരത്തെ ഗൗതമ മഹർഷി
കുളിക്കാൻ പോകുന്ന നേരത്ത് ഗൗതമ മഹർഷിയുടെ രൂപം പൂണ്ട് അഹല്യയുടെ അടുത്ത് ചെല്ലുകയാണ് ദേവേന്ദ്രൻ. തൻ്റെ ഭർത്താവാണെന്നുള്ള ചിന്തയിൽ കാമാവേശം പൂണ്ട അഹല്യ ഇന്ദ്രന് വഴിപ്പെടുകയായിരുന്നു. ശേഷം ആശ്രമത്തിൽ നിന്നും പുറത്തിറങ്ങിയ ദേവേന്ദ്രനെ ഗൗതമ മഹർഷി കാണുകയും ദേവേന്ദ്രനെയും അതുപോലെ തന്നെ അഹല്യാദേവിയെയും ശപിക്കുകയുമാണ് ഗൗതമ മഹർഷി. ഇവിടെ രണ്ടുപേരുടെയും കാമമാണ് ഈ പാപത്തിന് അവരെ പ്രേരിപ്പിക്കുന്നത്. ആശ്രമത്തിന് പുറത്തേക്ക് ഇറങ്ങുന്ന ദേവേന്ദ്രനെ, അതും ഗൗതമ മഹർഷിയുടെ രൂപം പൂണ്ട ദേവേന്ദ്രനെ ഗൗതമ മഹർഷി കാണുകയാണ്. തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലുനില്ലാരാകുന്നതെന്തിതോ ദുഷ്ടാത്മാവേ, ചൊല്ലു ചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം, വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാനെന്തു മൂലം. നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി, സത്യം എന്നോട് ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ, വൃത്താന്തം പറയായിൽ ഭസ്മമാക്കുവനിപ്പോൾ. ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി, സ്വർലോകാധിപനായ കാമകിങ്കരനഹം, വല്ലായ്മയെല്ലാം അകപ്പെട്ടിതോ മൂഢത്വം എല്ലാം നിന്തിരുവടി പൊറുത്തുകൊള്ളേണമേ. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി, സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. താപസീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമം അകമ്പുക്കപ്പോൾ അഹല്യയും വേപതു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ. കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ, ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നുപാരം. ദുഷ്കൃതമൊടുങ്ങുവാനിതെന്നു ചൊല്ലിയിടുവാൻ നിഷ്കൃതിയായുള്ളോരോ ദുസ്തര മഹാവ്രതം. കാമകിങ്കരെ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ഭജിച്ചിവിടെ വസിക്കണം. നീ ആഹാരാത തപവായു വർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളും ഒന്നുവിടെയുണ്ടായി വരാ. കാനനദേശേ മതിയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങഴുന്നള്ളും രാമദേവനോ മനോജനം. ശ്രീരാമപാദാംഭോജ സ്പർശമുണ്ടായിടുന്നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും. പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു. പൂത മാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം. ഇവിടെ അഹല്യാദേവി എന്തുകൊണ്ടാണ് പാപം ചെയ്തത് എന്ന് ഗൗതമ മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ. അതേ ഉത്തരം തന്നെയാണ് ഭഗവാനും പറയാൻ പോകുന്നത്. ഭഗവാൻ പറയുന്നു, ശ്രീ ഭഗവാനുവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മോ വിദ്യേനം ഇഹ വൈരിണം. കാമയേഷ ക്രോധയേഷ. ശ്രീ ഭഗവാനുവാച, ഭഗവാൻ പറയാണ്, ആർത്തിയും ക്രോധവും രജോ ഗുണസമുദ്ഭവ, രജോ ഗുണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മഹാശനോ മഹാപാപ്മോ, സർവഭക്ഷകനും മഹാപാപിയുമായ വിദ്യേനം ഇഹ വൈരിണം, ഈ കാമമാണ് ഇഹലോകത്തിലെ ശത്രു എന്ന് നീ അറിയുക. അപ്പോൾ ഈ പാപമെല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ആരാണ്? കാമമാണ്, ആഗ്രഹമാണ് ഇതെല്ലാം ചെയ്യാനായി ഒരാളെ പ്രേരിപ്പിക്കുന്നത്. ഗൗതമ മഹർഷിമ പറഞ്ഞു അല്ലേ, ഇന്ദ്രനോടും പറഞ്ഞു നിന്റെ കാമമാണ്, അഹല്യയോടും പറഞ്ഞു നിന്റെ കാമമാണ്. രണ്ടുപേരുടെയും ആഗ്രഹങ്ങളാണ് അവരെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇവിടെയും അർജുനന്റെ ചോദ്യത്തിന് മറുപടിയായി ഭഗവാൻ പറയുന്നത്, എല്ലാവിധത്തിലുള്ള കുഴപ്പങ്ങൾക്കും താൻ ആഗ്രഹിച്ചില്ല എങ്കിൽ കൂടിയും ഇതെല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് കാമമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വരുമ്പോൾ ഈ കാമം ഉണ്ടാകുന്നില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലേ. ആ സ്നേഹം പിന്നീട് മായയുമായി ചേർന്ന് കഴിയുമ്പോഴാണ് കാമമായി തീരുന്നത്. എങ്ങനെയാണോ പാൽ കുറച്ച് പുളിരസവുമായി കുറച്ച് മോരുമായി ചേർന്ന് കഴിയുമ്പോൾ തൈര് പോലെ ആകുന്നത്, അങ്ങനെ സ്നേഹവും കാമമായി മാറുകയാണ്. വലിയൊരു മഹാവ്യാധിയാണ് ഈ കാമവും ക്രോധവും. രണ്ടും തന്നെ കരിമൂർഖന്മാരെ പോലത്തെ പാമ്പുകളാണ് രണ്ടുപേരും. ഇവർ രണ്ടുപേരും കൂടിയാണ് നിധിയായിട്ടുള്ള ജ്ഞാനത്തെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഈ നിധിയായ ജ്ഞാനത്തെ എടുക്കണമെങ്കിൽ ഈ കാമക്രോധങ്ങളെ ഇവിടെ നിന്നും ആട്ടിപ്പായിക്കണം.
അല്ലാതെ യാതൊരു മാർഗവുമില്ല. നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോൾ ഇവർ രണ്ടുപേരും നമ്മളെ കൊത്തും. അപ്പോൾ ആകെ ഒരേ ഒരു മാർഗം, ജ്ഞാനത്തെ, തൻ്റെ ഉള്ളിലിരിക്കുന്ന ജ്ഞാനത്തെ അറിയുന്നതിന് രണ്ടുപേരെയും, കാമത്തെയും ക്രോധത്തെയും അവിടുന്ന് ഓടിക്കുക മാത്രമേ വഴിയുള്ളൂ. കാമക്രോധാദികൾ അഗ്നിയില്ലാതെ തന്നെ നമ്മളെ ചുട്ടുചാമ്പലാക്കുന്നവയാണ്. കയറില്ലാതെ നമ്മളെ ബന്ധിക്കും, ചിന്തകളെ മാറ്റിമറിക്കും. എല്ലാം ഇതിൻ്റെ സൃഷ്ടിയാണ്. സകല വിധത്തിലുള്ള സംഘർഷങ്ങളും ചോരപ്പുഴകളും ദുരിതവും എല്ലാം തന്നെ എന്തിൻ്റെ സൃഷ്ടിയാണ്? കാമത്തിൻ്റെ സൃഷ്ടിയാണ്. കാമക്രോധമെന്ന ഈ രണ്ട് നമ്മൾ പറഞ്ഞ കരിമൂർഖന്മാരില്ലേ, ഇവർ രണ്ടുപേരെയും നേരത്തെ ഉണ്ടായിരുന്ന തൈര് കടഞ്ഞ് ജ്ഞാനമാകുന്ന വെണ്ണ പുറത്തെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇവർ രണ്ടുപേരെയും യഥാവിധി ഉപയോഗിച്ച് മാത്രമേ ആ ജ്ഞാനം നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. കാമമായാലും ക്രോധമായാലും ഭഗവാന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ഇതിനെ നമുക്ക് ആത്മീയവൽക്കരിക്കാം. എങ്ങനെയാണ് ക്രോധത്തെ ആത്മീയവൽക്കരിക്കുക? ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമി ലങ്കാനഗരം എല്ലാം ചെന്ന് കണ്ടു. അവസാനം രാവണൻ്റെ മുൻപിൽ തൻ്റെ വാൽ ചുരുട്ടി വച്ച് ഏകദേശം രാവണനോടൊപ്പം തന്നെ സ്ഥിതിയിൽ ഇരിക്കുകയാണല്ലേ. രാവണൻ ഉടനെ ആജ്ഞാപിച്ചു, ഇവൻ്റെ വാലിന് തീ കൊടുക്കൂ എന്ന് ആജ്ഞാപിച്ചു. വാല് നീട്ടി എത്രത്തോളം നീട്ടാൻ പറ്റിയോ കൊട്ടാരത്തിലെ തുണികളെല്ലാം ചുറ്റി അവസാനം അതിന് തീയും കൊടുത്തു അല്ലേ. എന്തു ചെയ്തു ഹനുമാൻ സ്വാമി? തൻ്റെ ക്രോധം ഭഗവാന് വേണ്ടി ഉപയോഗിച്ചു. എങ്ങനെ ഉപയോഗിച്ചു? ഓരോ മുക്കിലും മൂലയിലും ചെന്ന് തൻ്റെ വാലിൽ ഉണ്ടായിരുന്ന തീ ലങ്കാനഗരത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ തൻ്റെ ക്രോധം ഭഗവാന് വേണ്ടിയാണ് ഉപയോഗിച്ചത്. നമ്മുടെ ആണെങ്കിലും കാമമായാലും ക്രോധമായാലും ഭഗവാന് വേണ്ടി ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് ആത്മീയമായി തീരും. അങ്ങനെ അല്ലാതെ വരുന്ന സമയത്താണ് ഈ കാമവും ക്രോധവും നമ്മളെ ഇല്ലായ്മ ചെയ്യുന്നത്. അഗ്നി ഇല്ലാതെ അഗ്നിക്ക് ഇരയാക്കുന്നത് ആ സമയത്താണ്. ഈ കാമം ഏത് രൂപത്തിലാണ് ഒരാളുടെ ഉള്ളിലിരിക്കുന്നത്? അതും ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ അർജുനൻ വിവരിച്ചു കൊടുക്കുകയാണ്. ധൂമേന ആമ്രിയദേവഗ്നി യഥ ആദർശോ മലേന ച യഥ ഉൽബേന ആവൃതോ ഗർഭസ്ഥാതേനേ ഇദമാവൃതം. ധൂമേന ആമ്രിയദേവഗ്നി. ധൂമം പുക അല്ലേ. എങ്ങനെയാണോ പുക അഗ്നിയെ മൂടി വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മൂടപ്പെട്ടിരിക്കുന്നത്, അതുപോലെ യഥ ആദർശോ മലേനജ. കണ്ണാടി, കണ്ണാടി എങ്ങനെയാണോ പൊടിപടലങ്ങളാൽ മൂടപ്പെടുന്നത്, മലിനമാക്കുന്നത് പോലെ യഥ ഉൽബേന ആവൃതോ. ഗർഭപാത്രത്തിൽ തൻ്റെ കുഞ്ഞിനെ, ഭ്രൂണത്തെ എങ്ങനെയാണോ കവർ ചെയ്തിരിക്കുന്നത് എന്നതുപോലെ ഗർഭസ്ഥാതേനേ ഇദമാവൃതം. കാമത്താൽ ജീവാത്മാവ് ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പുക തീനെ എന്ന പോലെയും പൊടി കണ്ണാടി എന്ന പോലെയും ഗർഭാശയം ഭ്രൂണത്തെ എന്ന പോലെയും ജീവാത്മാവിനെ വ്യത്യസ്തമായ അളവുകളിലുള്ള കാമം ആവരണം ചെയ്തിരിക്കുകയാണ്. ജീവാത്മാവിൻ്റെ വിശുദ്ധമായ അവബോധത്തെ മൂടിവെക്കുന്നതിന് 3 തലത്തിലുള്ള ആവരണങ്ങളുണ്ട്. പുക തീനെ എന്ന പോലെ, പൊടി കണ്ണാടി എന്ന പോലെ, ഗർഭാശയം ഭ്രൂണത്തെ എന്ന പോലെ മൂടുന്ന ഈ ആവരണം കാമമാണ്. ഇവിടെ പല തരത്തിലും ഇത് പ്രകടമാവുകയാണ്. പുകയോട് ഉപമിക്കുമ്പോൾ അതിലൂടെ ജീവസ്ഫുലിംഗത്തിൻ്റെ തീയെ തെല്ലെ നമുക്ക് കാണാൻ കഴിയും, കുറച്ച് നമുക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പം എന്താ ചെയ്യേണ്ടത്? പതുക്കെ ഊതി എങ്ങനെ? യജ്ഞത്തിലൂടെ. ഏത് യജ്ഞം? നാമജപ യജ്ഞം. കലിയുഗത്തിലെ യജ്ഞമാണ് നാമജപ യജ്ഞം. നാമജപത്തിലൂടെ ഭഗവാനെ നവവിധ ഭക്തിയിലൂടെ. എന്തൊക്കെയാണ് നവവിധ ഭക്തി? ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദിതം ദാസ്യം, സഖ്യ ആത്മനിവേദനം. നവവിധ ഭക്തിയിലൂടെ ഭഗവാനെ സേവിച്ചുകൊണ്ട് പതുക്കെ ഈ പുകയിൽ പെട്ടിരിക്കുന്ന തീയിൻ്റെ കണത്തെ ഊതി നമ്മൾ ആ കവറിനെ മാറ്റണം. ആ കവറെന്ന് പറയുന്ന കാമത്തെ മാറ്റണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജ്ഞാനം നമ്മൾ അറിയുന്നത്.
അപ്പോൾ ഒരാളുടെ നിത്യശത്രു, ഒരാളെന്ന് പറയുമ്പോൾ ജീവാത്മാവിൻ്റെ നിത്യശത്രു ആരാണ്? നിത്യശത്രു കാമമാണ്. അത് അടുത്ത ശ്ലോകത്തിലൂടെ ഭഗവാൻ അതിനെക്കുറിച്ചും വിവരിച്ചു തരികയാണ്. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണോ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണ അനലേന ച. ആവൃതം ജ്ഞാനം ഏതേന, കാമമെന്ന അഗ്നിയാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് ജ്ഞാനം. ജ്ഞാനിനോ നിത്യവൈരിണോ, ജ്ഞാനിയുടെ നിത്യശത്രു എന്ന് പറയുന്നത് ഈ കാമമാണ്. കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണ അനലേന ച. അനലേന ച, അഗ്നിയാൽ ആവൃതം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ജീവാത്മാക്കളുടെ വിശുദ്ധമായ അവബോധത്തെ ആവരണം ചെയ്യപ്പെട്ട് വച്ചിരിക്കുകയാണ് കാമമെന്ന ആളിക്കത്തുന്ന അഗ്നി. ഒരിക്കലും തൃപ്തിപ്പെടുത്താനാവാത്ത വിധം തീ പോലെ ആളിക്കത്തുന്നതും തൻ്റെ നിത്യശത്രുവുമായ കാമത്താൽ വിവേകശാലികളായ ജീവാത്മാക്കളുടെ വിശുദ്ധമായ അവബോധം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ വീണ്ടും വീണ്ടും എണ്ണയൊഴിച്ച് എന്താ ഉണ്ടാവുക? അത് കൂടുതൽ ശക്തിയോടെ കെടുത്താനാവാത്ത പോലെ കത്തിക്കൊണ്ടിരിക്കും അല്ലേ? അതുപോലെ തന്നെയാണ് ഇന്ദ്രിയങ്ങളും. ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹം നമ്മൾ പൂർത്തീകരിക്കും തോറും അത് കെടുത്താനാകാത്ത വിധം ശക്തമായി ഇന്ദ്രിയ ഭോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ട് കാമത്തെയും നമുക്ക് അടക്കാനേ സാധിക്കില്ല. ഭഗവത് ഭക്തനല്ലാത്ത ഒരാളെ ഭൗതിക പ്രപഞ്ചത്തിൽ തളച്ചു നിർത്തുന്നതിനുള്ള ഉപാധിയാണ് കാമം. ഇന്ദ്രിയ സുഖഭോഗങ്ങൾ ഒരാൾക്ക് സന്തോഷം ലഭിച്ചേക്കാം, പക്ഷേ വാസ്തവത്തിൽ ആ സന്തോഷ അനുഭവം അയാളുടെ പരമശത്രുവാണ്. യഥാർത്ഥമായിട്ടുള്ള ആനന്ദം എന്ന് പറയുന്നത് പരമാത്മാവിനെ അറിയുമ്പോഴുള്ള, ജ്ഞാനം അറിയുമ്പോഴുള്ള ആനന്ദമാണ്. ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ സ്വാമി വിവേകാനന്ദനോട് ചോദിക്കും, നരേന്ദ്ര, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം ഏതാണ്? നരേന്ദ്രൻ്റെ മറുപടി ഇപ്രകാരമാണ്, ഗുരുജി, എനിക്ക് ധ്യാനത്തിലിരിക്കുന്ന സമയത്ത്, ഞാനാണ് എന്ന് അറിയുന്ന സമയത്ത് എന്നിലുണ്ടാകുന്ന സന്തോഷം, അതിൻ്റെ അളവ് എനിക്ക് വിവരിക്കുവാനേ സാധ്യമല്ല. അതാണ് പരമാനന്ദമാണ്, എൻ്റെ ആത്മാവിൽ ഞാൻ അറിയുന്ന ആനന്ദമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നാണ് സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് പറയുന്നത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും ആനന്ദം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദമല്ല, സ്ഥിരമായ സ്ഥായിയായ ആനന്ദം ആത്മാവിൻ്റെ ആനന്ദമാണ്. ആ ആനന്ദം കിട്ടുന്നതിനുള്ള ഏറ്റവും വലിയ ശത്രുവും കാമമാണ്. ഇതാണ് ഭഗവാൻ അർജുനന് ഈ കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ഹരേ കൃഷ്ണ.